കഥ പാതിവിധവ പാർട്ട് 29. ഞാനവിടെ ചെല്ലുമ്പോൾ ആ കാറിനരികിൽ അന്നവിടെ ഒരു സ്ത്രീയും പുരുഷനും നിൽപ്പുണ്ടായിരുന്നു. ആരാണവർ? അവർ സംസാരിച്ചും കൊണ്ടിരിക്കുന്ന സമയത്താണ് ഡോക്ടർ റൗണ്ട്സിന് വരുന്നത്. ഇന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്യാമല്ലോ, ജയമോഹനാണ് ചോദിച്ചത്. ഒരു സ്കാനിങ് കൂടി ബാക്കിയുണ്ട്, അതിൻ്റെ റിപ്പോർട്ട് കൂടി വരട്ടെ, വെയിറ്റ് ചെയ്യൂ, അച്ഛനെ പരിശോധിക്കുന്നതിനിടയിൽ ഡോക്ടർ പറഞ്ഞു. ഡോക്ടറോടൊപ്പം ജയമോഹനും പുറത്തേക്കിറങ്ങി. അച്ഛൻ്റെ വിവരങ്ങൾ തിരക്കാൻ ഇനി പേടിക്കാനില്ലെന്നും മെമ്മറി സ്റ്റേബിൾ ആണെന്നൊക്കെ അദ്ദേഹം വെരിഫൈ ചെയ്തു. ജയൻ തിരികെ വന്നത് അച്ഛനെ സ്കാനിങ്ങിന് കൊണ്ടുപോകാനുള്ള പേപ്പറുമായിട്ടായിരുന്നു. സ്ട്രക്ചറുമായി അറ്റൻഡറും ഒപ്പമുണ്ടായിരുന്നു. ഹിമ കൂടെ വരാമെന്ന് പറഞ്ഞെങ്കിലും ജയൻ അവളെ നിരുത്സാഹപ്പെടുത്തി. ലിഫ്റ്റിൽ കയറിയതിനു ശേഷം ജയൻ മൊബൈലെടുത്ത് ഗാലറിയിലുള്ള ഫോട്ടോസ് അച്ഛനെ കാണിച്ചു. ലക്ഷ്മിയെയും വക്കീലിനെയും തിരിച്ചറിയാൻ അദ്ദേഹത്തിന് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അച്ഛന് സ്കാനിങ് കയറ്റിയ ശേഷം ജയൻ നേരെ പോയത് കാർ പാർക്കിങ്ങിലേക്കായിരുന്നു. കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അയാളുടെ മനസ്സിൽ ലക്ഷ്മി മാത്രമായിരുന്നു. കൊലപ്പെടുത്തുവാൻ മാത്രം അരുണിമ എന്ത് ദ്രോഹം ചെയ്തു ലക്ഷ്മിയോട്? ഒരു പക്ഷേ ഹിമയുടെ അച്ഛൻ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അനിരുദ്ധനെയും നഷ്ടപ്പെടുമായിരുന്നു. ലക്ഷ്മിയുടെ ഉള്ളിലെ പകയുടെ കാരണമറിയാൻ ജയൻ വെമ്പൽ പൂണ്ടു. കാറ് ചെന്ന് നിന്നത് അനിരുദ്ധൻ്റെ സെർവൻറ്റിൻ്റെ വീട്ടിലായിരുന്നു. ലക്ഷ്മിയുടെ മകളെ വർത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത് അവരെയാണല്ലോ. അവളെപ്പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അവരെ ചോദ്യം ചെയ്തേ മതിയാവും. ജയൻ വാതിൽ തുറന്ന് അകത്ത് കയറി. അകത്തെ മുറിയിൽ ഞരക്കം കേട്ട് ജയൻ ഉള്ളിലേക്ക് ചെന്നു. മധ്യവയസ്കനായ ഒരാൾ കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. തൊട്ടരികിലുള്ള മേശപ്പുറത്ത് അയാൾക്കുള്ള ഗുളികകളും മരുന്നുകളും കാണപ്പെട്ടു. കിടപ്പ് രോഗിയായ ഇയാൾ സെർവൻറ്റിൻ്റെ ഭർത്താവാണെന്ന് ജയൻ ഊഹിച്ചു. സാറെന്താ ഇവിടെ? തിരിഞ്ഞു നോക്കിയ ജയൻ കണ്ടത് സെർവൻറ്റിനെയായിരുന്നു. ലക്ഷ്മിയെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, അതറിയാനാണ് വന്നത്, മുഖവരയില്ലാതെ ജയൻ പറഞ്ഞു. നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രമേ എനിക്കും അറിയൂ, നിഷേധഭാവത്തിലായിരുന്നു ആ സ്ത്രീയുടെ മറുപടി. എങ്കിൽ ഞങ്ങൾ അറിയരുതെന്ന് കരുതിയ ചില കാര്യങ്ങൾ പറയാം. ചിന്നുമോൾ ലക്ഷ്മിയുടെ മകളല്ലേ? ആ സ്ത്രീയുടെ മുഖം വിളറി വെളുത്തു. ലക്ഷ്മിയുടെ ഉദ്ദേശം അനിരുദ്ധനെ ഇല്ലാതാക്കാനല്ലേ? ജയൻ്റെ മട്ടും ഭാവവും മാറിയിരുന്നു. എല്ലാത്തിനെയും ചുട്ടരിക്കും ഞാൻ. കോപാകുലനായ ജയൻ്റെ ഭാവമാറ്റം അവരെ നടുക്കിക്കളഞ്ഞു. സാറേ, ഞാൻ എല്ലാം പറയാം, തൊയ്കയോടെ ആ സ്ത്രീ പറഞ്ഞു തുടങ്ങി. ആ തളർന്നു കിടക്കുന്നത് എൻ്റെ ഭർത്താവാണ്. ജീവിക്കാൻ വേറെ മാർഗമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനൊക്കെ കൂട്ടുനിന്നത്. ലക്ഷ്മിയുടെ വീട്ടിലെ ജോലിക്കാരനായിരുന്നു ഞങ്ങളുടെ അച്ഛൻ. കണ്ണുകൾ തുടച്ചുകൊണ്ട് അവർ പറഞ്ഞു തുടങ്ങി. അവർ 2 മക്കളും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പത്തിലെ അമ്മ നഷ്ടമായിരുന്നു. ലക്ഷ്മി മോൾക്ക് എല്ലാം അവളുടെ ഒരേയൊരു ഏട്ടനായിരുന്നു. ആ മോനും കൂടി നഷ്ടമായതോടെ കൂടി ലക്ഷ്മി മോൾ മാനസിക വിഭ്രാന്തി മൂലം ഏറെ നാൾ ചികിത്സയിലായിരുന്നു. രോഗം ഭേദമാകും മുന്നേ തന്നെ ലക്ഷ്മി കൊച്ചിനെയും പിടിച്ച് കെട്ടിക്കുകയായിരുന്നു. ആ വിവാഹത്തിലുണ്ടായ കുട്ടിയാണ് ചിന്നുമോൾ. ഈ പഴംപുരാണം കേൾക്കാനല്ല ഞാൻ വന്നത്. അവൾക്ക് അനിക്കുട്ടനോടുള്ള പകയുടെ കാരണം എന്താണെന്നറിയണം. ലക്ഷ്മിയുടെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ തന്നെ ചെയ്യൂ. അത് പറയുമ്പോൾ ആ സ്ത്രീയുടെ മുഖത്ത് ഒരു പുച്ഛഭാവമായിരുന്നു. നിങ്ങളുടെ ഒപ്പം കൂടെ പഠിച്ചിരുന്ന ശ്രീഹരിയെ ഓർമ്മയുണ്ടോ സാറിന്?
ഇപ്പോൾ ഞെട്ടിയത് ജയനായിരുന്നു. ശ്രീഹരി ലക്ഷ്മിയുടെ? ജയൻ വാക്കുകൾ കിട്ടാതെ വലഞ്ഞു. ലക്ഷ്മിയുടെ ഒരേ ഒരു കൂടപ്പിറപ്പായിരുന്നു ഞങ്ങളുടെ എല്ലാം ശ്രീഹരി. നിങ്ങളെല്ലാം ചേർന്ന് ചതിച്ചു കൊന്ന ഞങ്ങളുടെ ശ്രീഹരി. ജയൻ വേച്ചുപോയി. അയാളുടെ നെഞ്ചിലേക്ക് വിഷം പുരട്ടിയ അസ്ത്രം കണക്കി ആ വാക്കുകൾ പതിക്കുകയായിരുന്നു. തിരികെ ഡ്രൈവ് ചെയ്യുമ്പോൾ ആ സ്ത്രീയുടെ വാക്കുകളായിരുന്നു ജയൻ്റെ ഉള്ളിൽ. ശ്രീഹരി അന്ന് പറഞ്ഞിരുന്ന കുഞ്ഞു പെങ്ങൾ ലച്ചു അവളാണ് ലക്ഷ്മി എന്ന് ഉൾക്കൊള്ളുവാൻ അയാൾ നന്നേ വിഷമിച്ചു. സ്വന്തം ഏട്ടനെ ഇല്ലാതാക്കിയവരോടുള്ള പ്രതികാരം ചെയ്യാൻ ഇറങ്ങി തുനിഞ്ഞവളാണ് ലക്ഷ്മി. ജയന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഹോസ്പിറ്റലിൽ മടങ്ങിയെത്തിയ ജയൻ അനിക്കുട്ടനെയും ഹിമയെയും കൂട്ടി പുറപ്പെടാൻ തിടുക്കം കാട്ടി. അരുതാത്തത് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നത് പോലെ അയാൾക്ക് തോന്നി. എന്തു പറ്റി ജയ, നീയാകെ വല്ലാതിരിക്കുന്നുണ്ടല്ലോ? പൊടുന്നനെ ജയൻ ഓടിച്ചും കൊണ്ടിരുന്ന കാറ് സൈഡിലേക്ക് ഒതുക്കി. ബാക്ക് സീറ്റിലിരുന്ന അനിക്കുട്ടനെയും ഹിമയ്ക്കും എന്തോ പന്തികേട് തോന്നി. അനി, നമ്മുടെ ശ്രീകുട്ടൻ്റെ പെങ്ങളാണ് ലക്ഷ്മി. അയാളുടെ വാക്കുകൾ ഇടറിയിരുന്നു. ശ്രീ പറഞ്ഞിരുന്ന ആ തൊട്ടാവാടി ലച്ചു ആയിരുന്നോ ലക്ഷ്മി? വിശ്വസിക്കാനാകാതെ അനിരുദ്ധൻ ചോദിച്ചു. അതെ, ആ ലച്ചു ആണ് ലക്ഷ്മി. ഒരിക്കൽ ഞാൻ ശ്രീയോട് കളിയായി പറഞ്ഞിരുന്നു, അനിക്കുട്ടനെ കൊണ്ട് കെട്ടിക്കാം നിന്റെ വായാടി പെണ്ണിനെ എന്നൊക്കെ. അക്കാര്യം അത്രയും ശ്രീ അവളോട് പറഞ്ഞിരുന്നു. ഇതുവരെ നേരിട്ട് കാണാത്ത ഒരുവനെ പ്രണയിച്ച് തുടങ്ങിയവളായിരുന്നു. പക്ഷേ ഒരിക്കൽ നെഞ്ചിലേറ്റിയവനെ അപായപ്പെടുത്താൻ ലക്ഷ്മി ഇറങ്ങിപ്പെട്ടതിൻ്റെ പിന്നിൽ പകയായിരുന്നു. സ്വന്തം സഹോദരനെ ചതിയിൽപ്പെടുത്തി കൊന്നവരോടുള്ള പക. നമ്മൾ നിരപരാധികളാണെന്ന് അവൾ അറിഞ്ഞേ പറ്റൂ. തുടരും കഥയുടെ അടുത്ത ഭാഗം.